കുണ്ടത്തിക്കോട് ദുരന്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തവണ പൂരം നടന്നത്. അതുകൊണ്ട് തന്നെ വെടിക്കെട്ടടക്കം പൂരപ്രേമികൾക്ക് ആവേശമായുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു എന്ന ദുഃഖകരമായ വാർത്ത ഇന്ന് പുറത്തുവന്നു. ഇതോടെ മരണസംഖ്യ 17ആയി. തൃശൂർ കുണ്ടന്നൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിരിക്കുകയായിരുന്നു. അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, 17ലേക്ക് മരണം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ മരിച്ചവരെ സംബന്ധിച്ച്, കാണാതായവരെ സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരവും കണക്കുമൊക്കെ ലഭ്യമായിട്ടുണ്ടോ? പൂരം കലാശിച്ചെങ്കിലും അതിനു മുൻപ് നടന്ന ദുരന്തം അതിന്റെ വ്യാപ്തി ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചികിത്സയിലിരിക്കുന്നവർ കൂടുതൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം. രാകേഷ് ആണ് ഇന്ന് മരിച്ചത്. അദ്ദേഹം അപകടമുണ്ടായ അന്നു മുതൽ ICUവിലായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. 60% പൊള്ളലേറ്റ സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇന്നലെ എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മരണവും സ്ഥിരീകരിച്ചിരുന്നു. എന്നാണെങ്കിലും 4 പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. സർക്കാരിന്റെ കണക്കിൽ ഇപ്പോഴും 13 മരണസംഖ്യ. അതിൽ 12 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഒരു മൃതദേഹം ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നാണെങ്കിലും ഇനി കണ്ടെത്താനുള്ള 4 പേരടക്കം ഈ ഒരു ദിവസങ്ങളിൽ DNA പരിശോധനാ ഫലം വരുന്നതോടെ തിരിച്ചറിയാനാകുമെന്നൊരു പ്രതീക്ഷയാണ്, കണക്കുകൂട്ടലാണുള്ളത്. DNA പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരമോ നാളെയോ ആയിട്ട് ലഭിക്കുമെന്നാണ് അധികൃതരിൽ നമുക്ക് അറിയാനാകുന്നത്. അനുമോദ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.